എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CC ഓണം നല്ലോണം പഠിച്ചോണം. നമ്മളിപ്പോൾ എല്ലാ ആഴ്ചകളിലും സ്ഥിരമായിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാത്സിന്റെ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിലെ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ 4 ടൈപ്പ് ചോദ്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്തങ്ങ് പഠിച്ചു. അപ്പോൾ അതിന് താഴെ വന്ന കമന്റ്, സാറേ ഇതിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി അടുത്ത ക്ലാസ്സിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിപ്പിച്ചതായിട്ട് പറയാം. എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്ക് നമുക്ക് തുടങ്ങാം. അങ്ങനെ തന്നെയാണ് മക്കളെ. ഓണത്തിനിടയിലൊക്കെ ഉള്ള തിരക്കുകൾക്കിടയിലും പഠനത്തിലെ ഒരു കുറവും വരുത്താതെ വളരെ ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. കാരണം നിങ്ങൾ ഈ എഴുതാൻ പോകുന്ന ഈ പരീക്ഷ കോർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത്. അതായത് റവന്യൂ വകുപ്പിലേക്കാണ് നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട് നിയമിതനാകുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു 10ാം ക്ലാസ് നിലവാരത്തിലുള്ള ഒരു പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ. നിങ്ങൾക്കിവിടെ വിജയിക്കുവാൻ സാധിക്കും, ഉറച്ച തീരുമാനത്തോടെ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ വളരെ ഭംഗിയായിട്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്ക് സാധ്യമാണ്. നമുക്ക് ഒരുമിച്ച് ഈ പഠിച്ചങ്ങോട്ട് മുമ്പോട്ട് പോവാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ 2ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുന്നു. ആദ്യമായിട്ട് ഇന്നത്തെ ക്ലാസ് കാണുന്നവർ കഴിഞ്ഞ ക്ലാസ് ടൈം ആൻഡ് വർക്കിന്റെ ആദ്യത്തെ ഭാഗം നന്നായിട്ട് ചെയ്തു പഠിച്ചതിന് ശേഷം ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് 5 മുതലുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ 4 ടൈപ്പ് ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് 5ാമത്തെ ടൈപ്പിലേക്ക് നമ്മൾ കടക്കുന്നു. ദാണ്ടെ 1ാമത്തെ ചോദ്യം ഇതാണ് മക്കളെ. ചോദ്യം ഇതാണ്. എടാ, 25 പുരുഷന്മാര് 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെങ്കിൽ എത്ര പുരുഷന്മാര് ജോലി ചെയ്യണം എന്നാണ് ചോദ്യം. ഒന്നും കൂടെ പറഞ്ഞു തരാം. 25 പുരുഷന്മാര് 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി 5 ദിവസം കൊണ്ട് പൂർത്തീകരിക്കണമെങ്കിൽ എത്ര പുരുഷന്മാർ ജോലി ചെയ്യണം എന്നാണ് ചോദ്യം. ഇത്തരത്തിലെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ കുഞ്ഞുങ്ങളെ, ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, എടാ M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി, ആ ജോലി M2 ആളുകൾ D2 ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം M1 D1 is equal to M2 D2 എന്ന് പറയുവാൻ സാധിക്കും. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണിത്. M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി M2 ആളുകൾ D2 ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണം പൂട്ടി പറയാം M1 D1 is equal to M2 D2. M1 D1 is equal to M2 D2. M1 D1 is equal to M2 D2. M1 എന്ന് പറഞ്ഞാല് ആളുകളുടെ എണ്ണം 25. മക്കളെ, M1ന്റെ വില 25 ഇൻറ്റു, എടാ കുഞ്ഞുങ്ങളെ, D1 ദിവസങ്ങളുടെ എണ്ണം 20, D1 20, M2 അറിയില്ല, ആളുകളുടെ എണ്ണം അറിയില്ല, ദിവസങ്ങളുടെ എണ്ണം 5 5 5 5 5, D2 അറിയില്ല, D2 അറിയാം, D2 5 ആണ്. M2 നമുക്ക് അറിയത്തില്ല. കണ്ടോ, ഇവിടുന്ന് ഈ M2നെ മാത്രം ഇവിടെ നിർത്തിക്കൊണ്ട് ഈ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 5നെ എടുത്ത് ഇപ്പുറത്തോട്ട് തട്ടിക്കൂ. ആ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 5 ഇപ്പുറത്ത് വരുമ്പോൾ ഹരണമായില്ലേ മക്കളെ? ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്നവന്മാര് 25ഉം 20ഉം അല്ലേ? അപ്പുറത്ത് കിടന്ന ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 5 ഇപ്പുറത്തേക്ക് വന്നാൽ ഹരണമായി. 5നെ എടുത്ത് താഴോട്ടങ്ങ് എഴുതി വെച്ചു. എഴുതി. താഴെ കിടക്കുന്ന 5ഉം മേളിൽ കിടക്കുന്ന 25ഉം കൂടെ 5 കൊണ്ട് വെട്ടാം.
എടാ കുഞ്ഞുങ്ങളെ 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1, 25നെ 5 കൊണ്ട് ഹരിച്ചാൽ 5. ഇനി ഒന്നും വെട്ടാനില്ല. 20 × 5 100. M2ന്റെ വില 100 എന്ന് കിട്ടും. ആൻസർ പക്ക. ഒന്നും കൂടെ പറയാം. M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി M2 ആളുകൾ D2 ദിവസം എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം M1 D1 = M2 D2 എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. M1 M2 എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണമാണ്. D1 D2 എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ എണ്ണമാണ്. ഒന്നാമത്തെ ചോദ്യം പക്ക ഭംഗിയായിട്ട് മനസ്സിലായി. ദാ പിടിച്ചോ രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം മക്കളെ, 12 പേര്. എടാ 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തീകരിക്കണമെങ്കിൽ എത്ര പേര് വേണം? നമുക്കറിയാം M1ന്റെ വില 12, M1ന്റെ വില 12, D1ന്റെ വില 5, D1ന്റെ വില 5. M1 D1 = M2 അറിയില്ല, D2 10. M1 ആളുകളുടെ എണ്ണം 12, D1 ദിവസങ്ങളുടെ എണ്ണം 5, M2 അറിയത്തില്ല, ആളുകളുടെ എണ്ണം അറിയില്ല, D2 10 ആണെന്ന് പറഞ്ഞു എഴുതി വെച്ചു. ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന ഈ 10നെ എടുത്ത് ഇപ്പുറത്തോക്ക് തട്ടിയാൽ ഹരണമാകും. മക്കളെ അവിടെ ഓൾറെഡി 12 × 5 കിടപ്പുണ്ടടാ. 12 5 കൂടെ ഗുണിച്ചാൽ എല്ലാവർക്കും അറിയാം 60. അപ്പുറത്ത് കിടന്ന 10നെ എടുത്ത് ഇപ്പുറത്ത് തട്ടിയാല് സ്വാഭാവികമായിട്ടും ഹരണമായി. 60നെ 10 കൊണ്ട് ഹരിച്ചാല് നമ്മളുടെ ഉത്തരം ദാ പിടിച്ചു. ഉത്തരം 6. എല്ലാവർക്കും മനസ്സിലായല്ലോ. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അടുത്ത ടൈപ്പ് വേണ്ടേ, ഒരു ചോദ്യം കൂടെ അതിന്റെ കൂട്ടത്തിൽ അങ്ങ് പിടിച്ചു മക്കളെ. 28 സ്ത്രീകള് 16 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു ജോലി 8 സ്ത്രീകള് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് ചോദ്യം. ചില ആൾക്കാർ പറയും, സാറേ ഇതിനും കൂടെ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാമോ സാറേ എന്ന് ചോദിക്കും. നിങ്ങൾക്കില്ലേ? ദാ പിടിച്ചോ, നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് ദാ പിടിച്ചോ. ആദ്യം കിടക്കുന്ന 2 സംഖ്യകൾ ഗുണിക്കുക, അടുത്തവൻ ഹരിക്കുക. ആദ്യം കിടക്കുന്നവന്മാര് 2 പേരെ ഗുണിക്കുക, അടുത്തവനെ കൊണ്ട് ഹരിക്കുക. ആദ്യം കിടക്കുന്ന 2 പേര് ദാ പിടിച്ചോ 28 16. ആദ്യം കിടക്കുന്ന 2 പേരെ തമ്മിൽ ഗുണിക്കുക, മൂന്നാമത് കിടക്കുന്ന സംഖ്യ കൊണ്ട് ഹരിക്കുക. മൂന്നാമത് കിടക്കുന്നത് 8 അല്ലേ? ആദ്യം കിടക്കുന്ന 2 സംഖ്യകൾ ഗുണിക്കുക, മൂന്നാമത് കിടക്കുന്നവനെ കൊണ്ട് ഹരിക്കുക. താഴെ കിടക്കുന്ന 8ഉം മേളിൽ കിടക്കുന്ന 16ഉം കൂടെ 8 കൊണ്ട് വെട്ടാം. 8 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 8 കൊണ്ട് ഹരിക്കുക. 8നെ 8 കൊണ്ട് ഹരിച്ചാൽ 1, 16നെ 8 കൊണ്ട് ഹരിച്ചാൽ 2. 28 × 2 56. ആൻസർ 56 ദിവസം എന്ന് വൃത്തിയായിട്ട് അങ്ങോട്ട് എഴുതി അവസാനിപ്പിച്ചാല് 1 മാർക്ക് നമ്മുടെ പെട്ടിയിലോട്ട് വന്നു. 3 ചോദ്യങ്ങൾ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ഏറ്റവും ഷോർട്ട് കട്ട് ദാ പിടിച്ചു. ആദ്യം കിടക്കുന്ന 2 സംഖ്യകൾ ഗുണിക്കുക, മൂന്നാമത് കിടക്കുന്നവനെ കൊണ്ട് ഹരിക്കുക എന്ന് ഓർത്തിരിക്കണം. അടുത്തത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അടുത്ത ടൈപ്പ് ചോദ്യം ദാ പിടിച്ചു. എന്താണ്? 3 പുരുഷന്മാരോ 6 ആൺകുട്ടികളോ ഒരു ജോലി 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ 6 പുരുഷന്മാരും 8 ആൺകുട്ടികളും അതേ ജോലി പൂർത്തീകരിക്കാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. കണ്ടോ? ചെയ്യേണ്ട പരിപാടി താണ്ടേ. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പറയുന്നത് ഓർ ആൻഡ് ടൈപ്പ് എന്നാണ് പറയുന്നത്. എടാ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പറയുന്നത് ഓർ ആൻഡ് ടൈപ്പ് എന്നാണ് പറയുന്നത്. അതായത് 3 പുരുഷന്മാരോ 3 men or 6 boys. കണ്ടോ? ഒരു ഓറ് കണ്ടോ? അടുത്തത് 6 പുരുഷന്മാരും 6 men and 8 boys. അങ്ങനെ ഓറും ആൻഡും വരുന്ന ചോദ്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ട്രിക്ക് ദാ പിടി. എന്റെ കൂടെ അങ്ങോട്ട് എഴുതിക്കോ മക്കളെ. ദേണ്ടേ 3 പുരുഷന്മാരോ 6 ആൺകുട്ടികളോ 20 ദിവസം. എടാ തന്നിരിക്കുന്ന സംഖ്യകളെ ആ ആദ്യം പറഞ്ഞിരിക്കുന്ന സെന്റൻസ് ഇല്ലേ, അതിനകത്തെ സംഖ്യകള്
ആ റോയിൽ അങ്ങോട്ട് എഴുതി വെക്കുക, ഒരു വരിയില്. ഒന്നും കൂടെ, 3, 6, 20. എടാ, ഫസ്റ്റ് ലൈനിൽ കിടക്കുന്ന ആ 3 സംഖ്യകൾ ആദ്യത്തെ വരിയിൽ എഴുതിക്കൂ. 3, 6, 20. അടുത്തത് സംഖ്യകൾ 6, 8 ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടോ, ഇവിടെ കിടക്കുന്ന സംഖ്യ 3, ഇവിടെ കിടക്കുന്നത് 6, ഇവിടെ കിടക്കുന്നത് 20. ആദ്യത്തെ വരിയിലോട്ട് എഴുതി വെച്ചു. അടുത്ത വരിയിലെ 6, 8 പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ചെയ്യേണ്ട പരിപാടി ദേണ്ട ഇങ്ങനെയാണ്. ഫസ്റ്റ് റോയിലെ എല്ലാ നമ്പറും ഗുണിക്കുക. ഫസ്റ്റ് റോയിലെ എല്ലാ സംഖ്യകളും ഗുണിക്കുക. ദേണ്ടേ 3 × 6 × 20. ഫസ്റ്റ് റോയിലെ എല്ലാ സംഖ്യകളും ഗുണിക്കുക. ഗുണിച്ചു. ആദ്യത്തെ റോയിലെ എല്ലാ സംഖ്യകളും ഗുണിക്കുക. 3 × 6 × 20 ഡിവൈഡഡ് ബൈ. ഇനി ക്രോസ് ആയിട്ട് ഗുണിച്ച് കൂട്ടുന്ന സാധനം താഴെ എഴുതണം. ക്രോസ് ആയിട്ട് ഗുണിച്ച് കൂട്ടുന്ന സാധനം താഴെ എഴുതണം. എടാ, ക്രോസ് ആയിട്ട് ഗുണിച്ച് കൂട്ടുന്ന സാധനം താഴെ എഴുതുക. ക്രോസ് ആയിട്ട് ഗുണിച്ച് കൂട്ടുന്ന സാധനം താഴെ എഴുതുക. മക്കളെ, 6 6 കൂടെ ഗുണിച്ച 36, 8 3 കൂടെ ഗുണിച്ച 24, 6 6 36, 8 3 24 കൂട്ടിയാൽ 36 24 കൂടെ കൂട്ടിയാൽ 60. ആ കൂട്ടിക്കിട്ടുന്ന സംഖ്യയുണ്ടല്ലോ, ആ കൂട്ടിക്കിട്ടുന്ന സംഖ്യ താഴെ എഴുതിക്കൂ, താഴെ എഴുതിക്കൂ, താഴെ എഴുതിക്കൂ. ഒന്നും കൂടെ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോണം. ആദ്യത്തെ റോയിലെ എല്ലാ സംഖ്യകളും ഗുണിച്ചിട്ട് ഒന്നാമത്തെ വരിയിൽ എഴുതി വെക്കുക. 3 × 6 × 20 ഡിവൈഡഡ് ബൈ. ക്രോസ് ആയിട്ട് ഗുണിച്ചു കൂട്ടുക, ക്രോസ് ആയിട്ട് ഗുണിച്ചു കൂട്ടുക, ക്രോസ് ആയിട്ട് ഗുണിച്ചു കൂട്ടുക, ക്രോസ് ആയിട്ട് ഗുണിച്ചു കൂട്ടുക. 6 6 36, 8 3 24, 36 24 കൂടെ കൂട്ടിയാൽ 60. 60 താഴെ എഴുതിക്കൂ. മക്കളെ, മേളിൽ കിടക്കുന്ന 20ന്റെ 0, താഴെ കിടക്കുന്ന 60ന്റെ 0 കട്ടി. 6 6 കട്ടി, 3 2 6. നമ്മളുടെ ഉത്തരം 6. ഉത്തരം 6 ദിവസം എന്ന് എഴുതി അവസാനിപ്പിച്ചു. നിങ്ങളുടെ ബോക്സിനകത്തേക്ക് 1 മാർക്ക് കൂടി വന്നു ചേർന്നിരിക്കുന്നു. വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ക്ലിയർ ആയോ? അപ്പൊ ഓർ ആൻഡ് ടൈപ്പിന്റെ ഒരു ചോദ്യം അങ്ങോട്ട് തന്നാല് കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമല്ലോ. ദേണ്ടാ, പിടിയടാ പിള്ളേരെ, ഇത് അങ്ങോട്ട് പെട്ടെന്ന് ചെയ്തതായോ? എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ആ പേപ്പറിനകത്തോട്ട് പേന എടുത്തിട്ട് ഭംഗിയായിട്ടൊന്ന് ചെയ്തിട്ട്, സാറേ എനിക്ക് ആൻസർ കിട്ടുന്ന എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. 4 പുരുഷന്മാരോ 6 ആൺകുട്ടികളോ, 4 6 20. ഒന്നാമത്തെ വരിയിൽ സെറ്റ്. 4 6 20. അടുത്തത് 6 പുരുഷന്മാരും 11 ആൺകുട്ടികളും ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടോ? ചെയ്യേണ്ട പരിപാടി ഫസ്റ്റ് റോയിലെ എല്ലാ നമ്പറും കൂടെ ഗുണിക്കുക. മക്കളെ, 4 × 6 × 20 ഡിവൈഡഡ് ബൈ. ക്രോസ് ആയിട്ട് ഗുണിച്ചു കൂട്ടണം. ക്രോസ് ആയിട്ട് ഗുണിച്ചു കൂട്ടുക, ക്രോസ് ആയിട്ട് ഗുണിച്ചു കൂട്ടുക. 6 6 കൂടെ ഗുണിച്ചാൽ 36 പ്ലസ് 11 × 4 44. 36 44 കൂടെ കൂട്ടിയാല് 80 എന്ന് വരും. ക്രോസ് ആയിട്ട് ഗുണിച്ചു കൂട്ടുക, ക്രോസ് ആയിട്ട് ഗുണിച്ചു കൂട്ടുക. 6 6 36, 11 4 44, 36 44 കൂടെ കൂട്ടിയാൽ 80. 80 അങ്ങോട്ട് താഴെ എഴുതിക്കൂ. 80 താഴെ എഴുതി വെച്ചു. എടാ കുഞ്ഞുങ്ങളെ, മുകളിൽ കിടക്കുന്ന 0 ദാണ്ടെ താഴെ കിടക്കുന്ന 0 കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു. ദേണ്ടേ, മുകളില് 4ഉം ഒരു 2ഉം കൂടെ ഉണ്ട്. 4 2 8, 4 2 8, 4 2 8. താഴെ കിടക്കുന്ന 8ഉം കൂടെ കട്ടായി. ദാ പിടിച്ചു, ദാ പിടിച്ചു, ദാ പിടിച്ചു. ഉത്തരം 6 ദിവസം. സിമ്പിൾ പരിപാടി. കണ്ടോ? അപ്പോൾ നിങ്ങൾ പറയും, സാറേ ഞങ്ങൾക്കും 6 കിട്ടി, ഇത് വളരെ കൊള്ളാവുന്ന പരിപാടിയാണല്ലോ, ഈ ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. നിങ്ങൾ വീണ്ടും പറയും, സാറേ ഒരു ചോദ്യം കൂടി ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സാധനം അങ്ങോട്ട് സെറ്റായെന്നുള്ള രീതിയിലേക്ക് അങ്ങ് മാറ്റാം. മക്കളെ, എല്ലാവരും ചെയ്യടാ, എല്ലാവരും ചെയ്തിട്ട് ആൻസർ പറയുക. ദേണ്ടേ, അടുത്ത ഓർ ആൻഡ് ടൈപ്പ് വന്നു കഴിഞ്ഞു.
5 പുരുഷന്മാരോ 9 സ്ത്രീകളോ ഒരു ജോലി 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിലേ കണ്ണം പൊട്ടി പറയട പിള്ളേരെ 3 പുരുഷന്മാരും 3 സ്ത്രീകളും കൂടെ അതേ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര? ദിവസങ്ങളുടെ എണ്ണം എത്ര? ദിവസങ്ങളുടെ എണ്ണം എത്ര? നമ്മൾ എല്ലാവരും ചെയ്യുന്നു. ദാണ്ടെ 5 പുരുഷന്മാരോ 9 സ്ത്രീകളോ 42 എഴുതി വെച്ചു. എടാ 3 പുരുഷന്മാരും 3 സ്ത്രീകളും ക്വസ്റ്റ്യൻ മാർക്ക്. ഫസ്റ്റ് റോയിലെ എല്ലാ സംഖ്യകളും ഗുണിക്കുക. അതായത് 5 × 9 × 42 ഡിവൈഡഡ് ബൈ ക്രോസ് ആയിട്ട് ഗുണിച്ചു കൂട്ടുക. ക്രോസ് ആയിട്ട് ഗുണിച്ചു കൂട്ടുക. ദേണ്ടേ 5ഉം 3ഉം കൂടെ ഗുണിച്ചാല് 15 പ്ലസ് എടാ 9ഉം 3ഉം കൂടെ ഗുണിച്ചാല് 27. 27ഉം 15ഉം കൂടെ കൂട്ടിയാൽ മക്കളെ 42. ആ 42നെ എടുത്ത് താഴോട്ട് എഴുതിക്കൂ. അപ്പോൾ നമുക്ക് പറയാം താഴെ കിടക്കുന്ന 42ഉം മേളിൽ കിടക്കുന്ന 42ഉം കൂടെ കട്ട് ചെയ്താല് 9 × 5 45. നമ്മളുടെ ആൻസർ 45 സെറ്റ്. മനസ്സിലായോ? ഒന്നാമത്തെ റോയിലെ ഫസ്റ്റ് റോയിലെ എല്ലാ സംഖ്യകളും ഗുണിക്കുക. ഡിവൈഡഡ് ബൈ ക്രോസ് ആയിട്ട് ഗുണിച്ചു കൂട്ടുക. ക്രോസ് ആയിട്ട് ഗുണിച്ചു കൂട്ടുക. I 3 15, 9 3 27, 27ഉം 15ഉം കൂടെ കൂട്ടിയ 42. ആ 42 താഴെ എഴുതിക്കോ. മേളിൽ കിടക്കുന്ന 42ഉം താഴെ കിടക്കുന്ന 42 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ ഉത്തരം ദാ പിടിച്ചോ 45 സെറ്റ്. അടുത്ത ടൈപ്പിലേക്ക് പോകാം. ഇച്ചിരി മെനക്കെട്ട ക്വസ്റ്റ്യനാ. എന്തുവാ? ഇച്ചിരി മെനക്കെട്ട ക്വസ്റ്റ്യനാ. അപ്പൊ നിങ്ങളൊന്ന് സാർ ഇത്ര നേരം എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അടുത്ത ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ എനർജി നഷ്ടപ്പെട്ടു പോവല്ലേ. കൂടെ നിൽക്കണേ. വേണ്ടേ എല്ലാവരും? വേണ്ടേ ഈ ഒരു ചോദ്യം ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. 5 പുരുഷന്മാരും 8 സ്ത്രീകളും ഒരു ജോലി ചെയ്യാൻ 10 ദിവസം എടുക്കും. മക്കളെ 3 പുരുഷന്മാരും 7 സ്ത്രീകളും അതേ ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം എടുക്കും. എങ്കില് 11 പുരുഷന്മാര് മാത്രം ജോലി ചെയ്താല് ആ ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര? ഞാൻ ഉറപ്പ് പറയുന്നു ഇത് നിങ്ങൾ അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ എഴുതാൻ പോകുന്ന PSC പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്ന ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം അടിവരയിട്ട് ഞാൻ പറയുന്നു. അടിവരയിട്ട് പറയുന്നു. ഉറപ്പായിട്ടും ചോദിക്കും. പിടിക്കാം. എന്റെ കൂടെ നിൽക്കണേ. ഇതണ്ടേ മക്കളെ, ഒന്നാമത്തെ സ്റ്റെപ്പ് ഒരു 6-7 സ്റ്റെപ്പ് ഉണ്ട്. എന്റെ കൂടെ നിന്നാലേ കിട്ടത്തുള്ളൂ. എടാ ഒന്നാമത്തെ സ്റ്റെപ്പ് 5 പുരുഷന്മാരും മക്കളെ 5M 5 പുരുഷന്മാരും പ്ലസ് 8 സ്ത്രീകളും 8 വിമൻ. ഇവരൊരു ഗ്യാങ് ആണ് കേട്ടോ. ഇവരാണെങ്കിലേ ആ ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എഴുതി വെച്ചു. ഒന്നുകൂടെ പറഞ്ഞടാ. 5 പുരുഷന്മാരും 8 സ്ത്രീകളും കൂടെ ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. എഴുതി വെച്ചു. കുഞ്ഞുങ്ങളെ 3 പുരുഷന്മാരും അതേപോലെ 7 സ്ത്രീകളും കൂടെ ആണെങ്കിൽ 12 ദിവസം എടുക്കും. അതും എഴുതി വെച്ചു. ഒന്നാമത്തെ സ്റ്റെപ്പ് M1D1 is equal to M2D2. എടാ കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ സ്റ്റെപ്പ് M1D1 is equal to M2D2. ഒന്നാമത്തെ സ്റ്റെപ്പ് M1D1 is equal to M2D2. മക്കളെ M1 എന്ന് പറഞ്ഞാല് 5 പുരുഷന്മാരും 8 സ്ത്രീകളും 5 men and 8 women. ആ ഒരു ഫുൾ ഗ്യാങ്ങിനെയാണ് നമ്മൾ M1 ആയിട്ട് പരിഗണിക്കുന്നത്. D1 എന്ന് പറഞ്ഞാൽ 10. എടാ M2 എന്ന് പറഞ്ഞാല് 3 men and 7 women ആണ്. D2 10. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് M1D1 is equal to M2D2 എഴുതി വെച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 10 അകത്തോട്ട് ഗുണിക്കുക. 10 5 50, 10 8 80W. മക്കളെ 12 3 36. എടാ 12 7 84. ഇനി MW അല്ല ഒരു സൈഡിൽ കൊണ്ടുവരാം.
വലതുവശത്ത് കിടക്കുന്ന 36W എടുത്ത് ഇടത്തോട്ട് തട്ടി 56M 36M കുറച്ചാല് കുഞ്ഞുങ്ങളെ 14M. അപ്പോൾ ഇടതുവശത്ത് കിടക്കുന്ന 80W അപ്പുറത്തോട്ട് പോട്ടെ, 84W മൈനസ് 80W 4W. കണ്ടോ? എടാ ഒന്നുമില്ലടാ പിള്ളേരെ, 36M ഇല്ലായിരുന്നോ? അവനെ എടുത്ത് ഇപ്പുറത്തോട്ട് തട്ടി. അപ്പോൾ 50M മൈനസ് 36M 14M. ഇവിടെ കിടന്ന 80W അപ്പുറത്തോട്ട് പോയി, 84W മൈനസ് 80W 4W. അവിടുന്ന് നിങ്ങൾ അംശബന്ധം കണ്ടുപിടിക്കണം, റേഷ്യോ കണ്ടുപിടിക്കുക, സംതിങ് ഡിവൈഡഡ് ബൈ സംതിങ് മോഡലിലേക്ക് മാറ്റുക. അതായത് M/W കണ്ടുപിടിക്കുക, M/W കണ്ടുപിടിക്കുക, M/W കണ്ടുപിടിക്കുക. മക്കളെ M അവിടെ കിടപ്പുണ്ട്, അതുപോലെ എഴുതി വെച്ചു. എടാ അപ്പുറത്ത് കിടന്ന W ഇപ്പുറത്ത് വരുമ്പോൾ ദേണ്ടേ കുഞ്ഞുങ്ങളെ M/W എന്ന് വരും. ദേണ്ടേ പകരം 14 എടുത്ത് അപ്പുറത്തോട്ട് തട്ടിക്കൊടുത്തു. ഒന്നുമില്ലടാ, അപ്പുറത്ത് കിടന്ന W ഇപ്പുറത്ത് വന്നു, അപ്പൊ M/W ആയി. പകരം ഇവിടെ കിടന്ന 14 അപ്പുറത്ത് പോയി, 4/14 ആയി. വെട്ടി ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ 2 2 4 7 2 14 M/W is equal to 2/7 കിട്ടും. അയ്യോ M/W is equal to 2/7 2/7 2/7 2/7. അവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കണം, എമ്മിന്റെ നേരെയുള്ള സംഖ്യ എമ്മിന്റെ വിലയാണ്, ഡബ്ല്യുവിന്റെ നേരെയുള്ള സംഖ്യ ഡബ്ല്യുവിന്റെ വിലയാണ്. എമ്മിന്റെ നേരെയുള്ളവൻ എമ്മിന്റെ വില, ഡബ്ല്യുവിന്റെ നേരെയുള്ളവൻ ഡബ്ല്യുവിന്റെ വില. അങ്ങനെയാണെങ്കിൽ മക്കളെ എമ്മിന്റെ വില 2, ഡബ്ല്യുവിന്റെ വില 7, എമ്മിന്റെ വില 2, ഡബ്ല്യുവിന്റെ വില 7, എമ്മിന്റെ വില 2, ഡബ്ല്യുവിന്റെ വില 7, എമ്മിന്റെ വില 2, ഡബ്ല്യുവിന്റെ വില 7. അത് ഫസ്റ്റ് സ്റ്റെപ്പിലെ ലെഫ്റ്റിലോ റൈറ്റിലോ കൊണ്ടുപോയി കൊടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിലെ ലെഫ്റ്റിലോ റൈറ്റിലോ കൊണ്ടുപോയി കൊടുക്കുക, ലെഫ്റ്റിലോ റൈറ്റിലോ കൊണ്ടുപോയി കൊടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പിലെ ലെഫ്റ്റോ റൈറ്റ് ലെഫ്റ്റിലോ റൈറ്റിലോ കൊണ്ടുപോയി കൊടുക്കണം. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാന് ലെഫ്റ്റിൽ കൊടുക്കുവാൻ തീരുമാനിച്ചു. മക്കളെ നമുക്ക് ലെഫ്റ്റിലോട്ട് കൊടുക്കാം ആ വില. എടാ ലെഫ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാല് എമ്മിന്റെ വില 2. അപ്പോൾ 5M എന്ന് പറഞ്ഞാല് I2 10 I2 10 I2 10 I2 10. ഡബ്ല്യുവിന്റെ വില 7. 8W എന്ന് പറഞ്ഞാല് 8 56 8 56 8 56. ബ്രാക്കറ്റിന് പുറത്തൊരു 10 കിടപ്പുണ്ട്. ഡിവൈഡഡ് ബൈ കണ്ടുപിടിക്കേണ്ട സാധനം, കണ്ടുപിടിക്കേണ്ടത് 11 men only, 11 പുരുഷന്മാർ മാത്രം ജോലി ചെയ്താൽ എന്നാണ് ചോദിച്ചത്. 11M ആണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ, 11M ആണ് കണ്ടുപിടിക്കേണ്ടത്. എടാ എമ്മിന്റെ വില 2 ആണ്. 11M എന്ന് പറഞ്ഞാല് 11 into 2 22, 22 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹരിക്കുക. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹരിക്കുക. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹരിക്കുക. മക്കളെ കണ്ടുപിടിക്കേണ്ടത് 22, കണ്ടുപിടിക്കേണ്ടത് 22. എടാ കുഞ്ഞുങ്ങളെ 22 കൊണ്ട് ഹരിക്കുക. 56 10 66, 66 into 10 ഡിവൈഡഡ് ബൈ 22. മക്കളെ 22ന്റെ മൂന്നാമത്തെ ഗുണിതമല്ലേ 66. എടാ 22നെ 3 കൊണ്ട് ഗുണിച്ചാൽ കറക്റ്റ് 66. 3 into 10 30. നമ്മളുടെ ആൻസർ 30. 30 എന്ന് എഴുതി വെക്കുക. 1 മാർക്ക് നമ്മുടെ വെട്ടിയിൽ സെറ്റ്. എല്ലാവർക്കും മനസ്സിലായോ നോക്കിക്കേ? എല്ലാവർക്കും ക്ലിയർ ആയോ നോക്കിക്കേ? ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഇത്തരം ചോദ്യങ്ങളെ ആൻഡ് ടൈപ്പ് എന്നാണ് പറയുന്നത്. ഇത് ഓറാൻഡ് ടൈപ്പ് അല്ല, ഇത് ആൻഡ് ടൈപ്പ് ആണ്. 5 പുരുഷന്മാരും 5 men and 8 women 10 days. എടാ 3 men and 7 women 12 days. കണ്ടുപിടിക്കേണ്ടത് 11 പുരുഷന്മാർ മാത്രം, 11 men only. മക്കളെ ഒന്നാമത്തെ സ്റ്റെപ്പ് M1 D1 is equal to M2 D2. അവിടുന്ന് നമ്മൾ കഷ്ടപ്പെട്ട് M/W കണ്ടുപിടിക്കണം. അവിടെ നമ്മൾ M/W കണ്ടുപിടിച്ചതിന് ശേഷം ആ വാല്യൂ ഫസ്റ്റ് സ്റ്റെപ്പിലെ ലെഫ്റ്റിലോ റൈറ്റിലോ കൊടുക്കുക. ആ വാല്യൂ ഫസ്റ്റ് സ്റ്റെപ്പിലെ ലെഫ്റ്റിലോ റൈറ്റിലോ കൊടുക്കുക.
ഞാൻ ഇവിടെ കൊടുത്തത് ലെഫ്റ്റിലാണ്. ഡിവൈഡഡ് ബൈ കണ്ടുപിടിക്കേണ്ട സാധനം ഒന്നാമത്തെ ഉത്തരം 30. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പ്രോബ്ലം വൃത്തിയായിട്ട് ചോദ്യം എഴുതി വെച്ചിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് വേണ്ടേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്റെ കൂടെ നിങ്ങളൊന്ന് പിടിക്കണം. പറഞ്ഞുതരാം കുഞ്ഞുങ്ങളെ, എന്റെ കൂടെ എടാ പറയട പിള്ളേര്. 3 പുരുഷന്മാരും 7 സ്ത്രീകളും കൂടെ ആണെങ്കില് 5 4 പുരുഷന്മാരും 6 സ്ത്രീകളും കൂടെ ആണെങ്കില് 4. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ക്ലിയർ ആയി. M1D1 is equal to M2D2. ഒന്നാമത്തെ സ്റ്റെപ്പ് പക്ക. M1D1 is equal to M2D2. മക്കളെ അകത്തോട്ട് ഗുണിച്ചാട്ടെ. I3 15, 7 5 35, 4 16, 6 4 24. ഈ കിടക്കുന്ന 15 ഇപ്പുറത്ത് വന്നു. 16M മൈനസ് 15M 1M എന്ന് വരും. ഇവിടെ കിടന്ന 24W അപ്പുറത്തോട്ട് പോയില്ലേ? എടാ ഇവിടെ കിടന്ന 24W എടുത്ത് അപ്പുറത്തോട്ട് തട്ടി. 35W മൈനസ് 24W 11W എന്ന് വരും. 11W. അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? അംശബന്ധം കണ്ടുപിടിക്കണം. ഒന്നുകിൽ M/W അല്ലെങ്കിൽ W/M. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഏതാണ്ട് മക്കളെ W ഇവിടെ നിർത്തി. അവിടെ കിടന്ന എമ്മിനെ എടുത്ത് ഇപ്പുറത്തോട്ട് തട്ടി. കുഞ്ഞുങ്ങളെ W/M എന്ന് കിട്ടും. പകരം ഇവിടെ കിടന്ന 11 എടുത്ത് അപ്പുറത്തോട്ട് തട്ടി. എടാ മക്കളെ ദേണ്ടേ 1/11 എന്ന് കിട്ടി. W/M is equal to 1/11 എന്ന് കിട്ടി. എല്ലാവർക്കും മനസ്സിലായോടാ? അപ്പുറത്ത് കിടന്ന എമ്മിനെ എടുത്ത് ഇപ്പുറത്തേക്ക് തട്ടിയപ്പോൾ W/M എന്ന് കിട്ടി. ഇവിടെ കിടന്ന 11 അപ്പുറത്ത് പോയി 1/11 എന്ന് കിട്ടി. കണ്ണും പൂട്ടി നമുക്ക് പറയാം ഡബ്ല്യുവിന്റെ വില 1. എടാ ഡബ്ല്യുവിന്റെ നേരെ ഉള്ളവനാണ് ഡബ്ല്യുവിന്റെ വില, എമ്മിന്റെ നേരെ ഉള്ളവനാണ് എമ്മിന്റെ വില. അപ്പൊ എമ്മിന്റെ വില 11. ഞാൻ പറഞ്ഞത് എന്താണ്? ഈ വാല്യൂ കിട്ടിയാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ലെഫ്റ്റിലോ റൈറ്റിലോ കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ നിങ്ങൾ എന്നോട് പറയും, സാറേ കുറച്ച് മുമ്പ് നമ്മൾ ലെഫ്റ്റിലല്ലേ കൊടുത്തത്, ഇത്തവണ നമുക്ക് റൈറ്റിലോട്ട് കൊടുത്താലോ? കൊടുക്കാം. കൊടുക്കടാ. എമ്മിന്റെ വില 11. 4M എന്ന് പറഞ്ഞ 4 × 11 44. ഡബ്ല്യുവിന്റെ വില 1. 6W 6 × 1 6. ബ്രാക്കറ്റിന് പുറത്തൊരു 4 കിടപ്പുണ്ട്. ഡിവൈഡഡ് ബൈ കണ്ടുപിടിക്കേണ്ട സാധനം. മക്കളെ കണ്ടുപിടിക്കേണ്ടത് 10 വിമൻ ഒള്ളി. എടാ 10 വിമൻ ഒള്ളിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഡബ്ല്യുവിന്റെ വില 1. 10W എന്ന് പറഞ്ഞാൽ 10 × 1 10. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് 10. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹരിക്കുക. എടാ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹരിക്കുക. 44 6 കൂടെ കൂട്ടിയാൽ 50. 50നെ 4 കൊണ്ട് ഗുണിക്കുക. ഡിവൈഡഡ് ബൈ 10. 0 0 കട്ട്. I4 20. നമ്മളുടെ ആൻസർ 20. സെറ്റ്. വീണ്ടും 1 മാർക്ക് നമ്മുടെ വെട്ടിയിലോട്ട് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായോ? നോക്കിക്കേ. ഒന്നാമത്തെ സ്റ്റെപ്പ് M1D1 is equal to M2D2. അംശബന്ധം കണ്ടുപിടിക്കുക. അംശബന്ധം കണ്ടുപിടിച്ചതിന് ശേഷം ആ വില ഒന്നാമത്തെ സ്റ്റെപ്പില് ലെഫ്റ്റിലോ റൈറ്റിലോ കൊണ്ടുപോയി കൊടുക്കുക. ഡിവൈഡഡ് ബൈ കണ്ടുപിടിക്കേണ്ട സാധനം. അപ്പോൾ നിങ്ങൾ പറയും, സാറേ ഒരു ചോദ്യം കൂടി ഇട്ടുതായോ? ഒരു ചോദ്യം കൂടി ഇട്ടു തരാൻ പറഞ്ഞാൽ സാർ അത് കേൾക്കുമല്ലോ, സാർ ഉറപ്പായിട്ടും അത് കേൾക്കുമല്ലോ. അപ്പൊ ഒരു ചോദ്യം കൂടെ പിടിച്ചാലോ നമുക്ക്? ആ ചോദ്യം ദാ പിടിച്ചു. 2 പുരുഷന്മാരും 5 സ്ത്രീകളും കൂടെ ആണെങ്കിൽ മക്കളെ 20 ദിവസം എടുക്കും. എടാ 3 പുരുഷന്മാരും 4 സ്ത്രീകളും കൂടെ ആണെങ്കിൽ 18 ദിവസം എടുക്കും. എങ്കില് 5 പുരുഷന്മാരും 2 സ്ത്രീകളും കൂടെ ജോലി ചെയ്താല് ആ ജോലി പൂർത്തീകരിക്കാൻ എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. എന്റെ കൂടെ പിടിച്ചോണം, ഒരു പൊടിക്ക് പോലും വിടല്ലേ. എന്റെ കൂടെ ഇതാണ്ടേ 2 പുരുഷന്മാരും പ്ലസ് 5 സ്ത്രീകളും കൂടെ ആണെങ്കിൽ 20 എഴുതി വെച്ചു. മക്കളെ 3 പുരുഷന്മാരും
4 സ്ത്രീകളും കൂടെ ആണെങ്കിൽ 18, അത് എഴുതി വെച്ചു. 20 അകത്തോട്ട് ഗുണിച്ചാല് 20 2 40, 25 100, 18 3 54, 18 4 72. ദേണ്ടേ ഇവിടെ കിടക്കുന്ന 40 എമ്മിനെ എടുത്ത് ഇപ്പുറത്തോട്ട് തട്ടി 54 എം മൈനസ് 40 എം 14 എം എന്ന് വരും. പകരം ഇവിടെ കിടക്കുന്ന 72 ഡബ്ല്യു ഇപ്പുറത്തേക്ക് വന്നാൽ മൈനസ് ആയി 100 ഡബ്ല്യു മൈനസ് 72 ഡബ്ല്യു ദാ പിടിച്ചു 28 ഡബ്ല്യു 28 ഡബ്ല്യു ആയോ? ഇനി മക്കളെ അംശബന്ധം എടുക്കട പിള്ളേരെ. ഇവിടെ ഒരു ഡബ്ല്യു കിടപ്പുണ്ട്, അവിടെ കിടന്ന് എമ്മിനെ ഇപ്പുറത്തോട്ട് തട്ടി ഡബ്ല്യു ബൈ എം. പകരം 14 അവിടെ കിടപ്പുണ്ട്, ഇവിടെ കിടന്ന 28നെ അപ്പുറത്തോട്ട് കൊടുത്തു 14 ഡിവൈഡഡ് ബൈ 28 ആയിട്ട് മാറി. മേളിൽ കിടക്കുന്ന 14 താഴെ കിടക്കുന്ന 28 കൂടെ ഒറ്റയടിക്ക് 14 കൊണ്ട് വെട്ടാമല്ലോ അല്ലേ? ഒറ്റയടിക്ക് 14 കൊണ്ട് വെട്ടാം കുഞ്ഞുങ്ങളെ. 14 1 14 14 2 14 28. ദാണ്ട് ഡബ്ല്യു ബൈ എം ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഡബ്ല്യുവിന്റെ വില 1, എമ്മിന്റെ വില 2. എടാ ഡബ്ല്യുവിന്റെ നേരെയുള്ള സംഖ്യയാണ് ഡബ്ല്യുവിന്റെ വില. അപ്പോൾ ഡബ്ല്യുവിന്റെ വില 1 ആണ്, എമ്മിന്റെ വില 2 ആണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞാൽ വേണ്ടേ നിങ്ങള് ഈ വില ഒന്നാമത്തെ സ്റ്റെപ്പിൽ ലെഫ്റ്റിലോ റൈറ്റിലോ കൊണ്ടുപോയി കൊടുക്കണം. വേണ്ടേ നമുക്ക് ഇത്തവണ ലെഫ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് കൊടുത്താലും മതി, അല്ലെ നിങ്ങൾ ലെഫ്റ്റ് കൊടുത്താലും മതി. ഞാൻ ഇത്തവണ ഒരു തവണയും കൂടെ റൈറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ഇഷ്ടമാണ്, ലെഫ്റ്റോ റൈറ്റ് നിങ്ങളുടെ ചോയ്സ്. ഓക്കെ മക്കളെ, വില കൊടുക്കടാ കുഞ്ഞുങ്ങളെ. വില കൊടുത്താല് എമ്മിന്റെ വില 2 ആണ്, 3 എം എന്ന് പറഞ്ഞാൽ 3 2 6 പ്ലസ് ഡബ്ല്യുവിന്റെ വില 1 ആണ്, 4 ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 4 × 1 4. ബ്രാക്കറ്റിന് പുറത്തൊരു 18 കിടപ്പുണ്ട്, എഴുതി വെച്ചു. ഡിവൈഡഡ് ബൈ കണ്ടുപിടിക്കേണ്ട സാധനം. കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കേണ്ടത് എന്തുവായിരുന്നു? 5 പുരുഷന്മാരും 2 സ്ത്രീകളും. എടാ കണ്ടുപിടിക്കേണ്ടത് 5 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ എമ്മിന്റെ വില 2 5 എം എന്ന് പറഞ്ഞാൽ I 2 10. ഡബ്ല്യുവിന്റെ വില 1, 2 ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 2 × 1 2. 10 2 12. കണ്ടുപിടിക്കേണ്ടത് 12 കണ്ടുപിടിക്കേണ്ടത് 12 കണ്ടുപിടിക്കേണ്ടത് 12 കണ്ടുപിടിക്കേണ്ടത് 12 കണ്ടുപിടിക്കേണ്ടത് 12. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ഹരിക്കുക. കണ്ടുപിടിക്കേണ്ടത് 12 12 കൊണ്ട് ഹരിച്ചു. 6 4 കൂടെ കൂട്ടിയാൽ 10 10 × 18 ഡിവൈഡഡ് ബൈ 12. മേളിൽ കിടക്കുന്ന 18ഉം താഴെ കിടക്കുന്ന 12ഉം കൂടെ 6 കൊണ്ട് വെട്ടാം. 6 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 6 കൊണ്ട് ഹരിക്കുക. എടാ 6 കൊണ്ട് വെട്ടിയാൽ 12നെ 6 കൊണ്ട് ഹരിച്ചാ 2, 18നെ 6 കൊണ്ട് ഹരിച്ചാ 3. താഴെ കിടക്കുന്ന 2ഉം മേളിൽ കിടക്കുന്ന 10ഉം കൂടെ 5 കൊണ്ട് വെട്ടാം, 2 കൊണ്ട് വെട്ടാം, 2 കൊണ്ട് വെട്ടാം. 2ന്റെ 5ാമത്തെ ഗുണിതമാണ് 10. 3ഉം 5ഉം കൂടെ ഗുണിച്ചാല് 15. നമ്മളുടെ ആൻസർ 15. ഈ ചോദ്യത്തിന്റെ ഉത്തരം 15 ദിവസം എന്ന് വൃത്തിയായിട്ട് എഴുതി അവസാനിപ്പിച്ചാല് 1 മാർക്കും കൂടെ നമ്മുടെ വെട്ടിയിലോട്ട് വന്നിരിക്കുകയാണ്. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഓരോരുത്തരും പഠിച്ചു വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 3 ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ വളരെ ഭംഗിയായിട്ട് പഠിച്ച് അവസാനിപ്പിച്ചത്. അപ്പോൾ വരാൻ പോകുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറിപ്പോയാൽ ഒരു 15 മുതൽ മാക്സിമം 20 ദിവസത്തിൽ താഴെ മാത്രമേ സമയമുള്ളൂ ആദ്യഘട്ട പരീക്ഷയ്ക്ക്. അപ്പോൾ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ സബ്ജക്റ്റിന്റെയും 2 മണിക്കൂർ ലൈവ് ക്ലാസ്സുകളൊക്കെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെ മാത്രം അതാത് അധ്യാപകർ വന്ന് 2021 മുതൽ 2026 വരെ കേരള PSC നടത്തി മാറിയ വിവിധ 10th ലെവൽ +2 ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ ചോദിച്ചു പോയ മുഴുവൻ ചോദ്യങ്ങളും ഓരോ ടോപ്പിക്കിന്റെയും കോർ ഏരിയ കണ്ടെത്തി
നിങ്ങളെ ഭംഗിയായിട്ട് പഠിപ്പിക്കുവാൻ CC ഇപ്പോൾ പുതിയ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ റവന്യൂ വകുപ്പിലേക്കുള്ള ആ ഒരു സ്വപ്ന ജോലി യാഥാർത്ഥ്യമാക്കുവാനുള്ള മറ്റൊരു അവസരം കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരുങ്ങി വരുന്നിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് ഇത്തരത്തിലെ നമ്മളുടെ ആ സ്വപ്ന ജോലി യാഥാർത്ഥ്യമാക്കാവുന്നതാണ്. അടുത്ത ഒരു ഓണാഘോഷമൊക്കെ വരുന്ന സമയത്ത് ഒരു സർക്കാർ ജോലി കിട്ടിയ ആ ഒരു നല്ല നിമിഷത്തിനെ സ്വപ്നം കണ്ടുകൊണ്ട് മുമ്പോട്ട് നടന്നു നീങ്ങുക. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിന് താഴെ വന്ന് നിങ്ങളുടെ എല്ലാ സജഷൻസും കമന്റ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സിലെ നമുക്കിതിന്റെ ബാക്കി ഭാഗമായിട്ട് വീണ്ടും വരാം. അതേ ദിവസം തന്നെ മറ്റൊരു ടോപ്പിക്ക് നമുക്ക് തുടങ്ങാം. എല്ലാവരെയും ഒരിക്കൽ കൂടി കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കഴുത്തിലെ എപ്പോഴാണോ കേരള സർക്കാരിന്റെ ഒരു ടാഗ് വീഴുന്നത് അതുവരെയും പഠിച്ച് മുമ്പോട്ട് പോവുക. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സർക്കാർ ജോലി തന്നെയാണ്. മുമ്പോട്ട് പോവുക. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന നിങ്ങൾക്ക് അവസാനം വിജയിക്കുവാൻ സാധിക്കും എന്നുള്ളത് തീർത്തും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും ഞങ്ങളുണ്ട് നിങ്ങളെ സഹായിക്കുവാൻ. മറ്റൊരു ക്ലാസ്സിൽ കാണാടാ കുഞ്ഞുങ്ങളെ. ബൈ. CC ഓണം നല്ലോണം പഠിച്ചോണം.